ഹായ് ഗൈസ്, ഈ യാത്ര എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഞാനിപ്പോൾ പോകുന്ന വരാട്ടുമേടിലോട്ടാണ്. അപ്പോൾ ഇനി വരാട്ടുമേടിലോട്ടുള്ള പോകുമ്പോൾ വരെയുള്ള ഇതാണ് കേട്ടോ. ഫുള്ള് ബ്ലോക്കാണ്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്കാണ് കേട്ടോ. ഇത് പിന്നെ ഫുള്ള് അങ്ങോട്ടുള്ള ഓഫ് റോഡ് വണ്ടികളാണ് വരാട്ടുമേട് കയറാറുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പിന്നെ അറിയാലോ, ഞാനെപ്പോൾ കയറിയാലും നട്ടു ഉച്ചയ്ക്ക് മാത്രമേ കയറുള്ളൂ. എന്ത് ചെയ്യാൻ, ഒരു ഹോബി ആയിപ്പോയി. മുതുവെയിലത്താണ് പോകുന്നത്. പിന്നെ ഇവിടുന്ന് ഇനി കുറേ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ സ്പോട്ടിൽ ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോവാണ്. ഇതിപ്പം ഞാനും എൻ്റെ ഒരു 2 കൂട്ടുകാരുണ്ട്. ഞങ്ങൾ 3 പേരായിട്ടാണ് പോകുന്നത്. ബൈക്കിനാണ്, 2 വണ്ടിയുണ്ട്. 2 വണ്ടി ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവുകയാണ് കേട്ടോ. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത് വേനലുള്ള സമയത്താണ് പോകുന്നത്. ഈ പറയുന്ന അത്ര നല്ല പച്ചപ്പോ അങ്ങനെ അത്ര നല്ല ഇത് കിട്ടണ വിഷ്വൽസ് അങ്ങനെ കിട്ടത്തില്ല. കാരണം പറഞ്ഞാൽ ഇവിടെ ഈ സമയത്ത് പോകുമ്പോഴത്തേനും നമുക്ക് മറ്റൊരു വിഷ്വൽസാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അത് വേറൊരു വെറൈറ്റി ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ഇവിടെ കട്ടപ്പന ഉപ്പതറ എന്നുള്ള ഒരു എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇടുക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കോട്ടമല എന്ന് പറയുന്നത് കേട്ടോ. അവിടുത്തെ ഒരു അമ്പലമാണ്. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി കയറാൻ പറ്റത്തില്ല. കാരണം ഞാൻ ക്രിസ്ത്യനാണ്. ഇതിപ്പം നമ്മളിവിടെ കുളിക്കാതെ അങ്ങനെയൊക്കെ കയറാൻ പറ്റത്തില്ല. കാരണം അത് ഓരോരോ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഈ അമ്പലത്തിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പോവാണ്. പക്ഷെ നമുക്കങ്ങനെ എന്താണെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിലും അങ്ങനെ ഒത്തിരി അകത്തോട്ട് കയറി പോകുന്നത് അത് അത്ര നല്ല പരിപാടിയല്ല, മോശമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നില്ല. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കയറുന്നുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ. ഇവിടെ നിന്ന് കുറേ വിഷ്വൽസൊക്കെ കവർ ചെയ്യുക, എന്നിട്ട് നേരെ വരാട്ടുമേളിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ഇതുണ്ട്, ഇത് ഞാൻ പണ്ട് നേരത്തെ കാണിച്ചാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മലയിലുള്ള ഒരു ചെടിയാണ്. ഇവിടെ വന്നപ്പോൾ ഈ ചെടി കണ്ടു കേട്ടോ. അങ്ങനെ പല ഇതാണ്. നല്ല സഹിക്കാൻ പറ്റത്തില്ലാത്ത വെയിലാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എത്ര ഒരു 12:30-12:45 ആ ടൈമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് അതിൻ്റെ അങ്ങോട്ടുള്ള ആ ബോർഡ് വരുന്നത്. പിന്നെ നേരെ അങ്ങോട്ട് പോകാനുള്ള ഇതാണ് കേട്ടോ. ആ കാണുന്ന മലയുടെ ടോപ്പ് വശമാണ് നമ്മുടെ വരാട്ടുമേട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമ്മളവിടെ ചെല്ലുള്ളൂ. പിന്നെ ഇപ്പോൾ എന്നാ വെയിലാന്ന് പറഞ്ഞാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത്ര ഇതാണെങ്കിലും കാണാൻ വേണ്ടി ആൾക്കാർക്ക് എന്താ പറയുന്നത്, ഒരു പഞ്ഞമില്ല, അതുമാതിരി ആളുണ്ട്. അപ്പം ഇങ്ങനെ പോവുകയാണ്. എപ്പോൾ എത്തും അറിയത്തില്ല. പിന്നെ ഇത് റോഡ് ഫുള്ള് പൊടിയും എല്ലാമാണ് കേട്ടോ. ഫുള്ള് പൊളിഞ്ഞ് കിടക്കുന്ന റോഡുമാണ്. പൊടി എന്നൊക്കെ പറഞ്ഞാൽ എതിരെ ഒരു വണ്ടി വന്നാൽ നമുക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ല, അതേപോലെ പൊടിയാണ്. അതെല്ലാം എന്ത് ചെയ്യാൻ, അതെല്ലാം പൊടിയെല്ലാം തിന്ന് അങ്ങ് പോകുന്നതെന്ന് പറയാം. ഇത് തിന്ന് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ ചെന്ന് ഇവിടെ ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അതേപോലെയാണ് കേട്ടോ. പിന്നെ ഇത് സൂക്ഷിച്ച് പോകണം. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ വണ്ടി സ്കിഡാവും, നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി പതുക്കെയൊക്കെയാണ് പോകുന്നത്, സൂക്ഷിച്ചൊക്കെയാണ്. ഇതും നല്ല ദൂരമുണ്ട് കേട്ടോ. ഇത് ഉദ്ദേശിക്കുന്നതിലല്ല, അവിടുന്ന് ടൗണിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 5 ഒരു 7 കിലോമീറ്റർ മിച്ചം ഏതാണ്ട് ഉണ്ട് കേട്ടോ. ഏകദേശം അത്രയും ദൂരം സഞ്ചരിക്കണം. ഈ കാണുന്നതാണ് നമ്മുടെ വരാട്ടുമേട് എന്ന് പറയുന്നത്, അതിൻ്റെ മലയുടെ വശം. ഈ മലയുടെ വശത്താണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളെല്ലാം ഉണ്ട്. ഞാൻ ഇച്ചിരി സൂം ചെയ്ത് കാണിക്കാം. ഇതുണ്ടോ, ഈ കിടക്കുന്ന ഒരു താറാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വണ്ടിയൊക്കെ കയറി പോകും, പക്ഷേ അത് ഓഫ് റോഡാണ് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് കയറ്റാൻ പോയാൽ ചിലപ്പോൾ പണി കിട്ടും. പിന്നെ സൂക്ഷിച്ചും കണ്ടും ചെയ്താൽ മതി. അപ്പോൾ ഇതുവരെയാണ് നമ്മളങ്ങോട്ട് ഇനി കയറാൻ പോകുന്നത്. പിന്നെ നേരെ അങ്ങോട്ട് കയറാനുള്ളവരാണ്. ഇതിപ്പോൾ ഞങ്ങൾ ആ മേളിൽ ചെന്ന് കേട്ടോ വണ്ടിയായിട്ട്. അങ്ങനെ വണ്ടി കയറുന്ന വിഷ്വൽസ് എടുക്കാൻ ഭയങ്കര പാടാണ്, അതുപോലെ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടാണ് എടുക്കാത്തത്. കാരണം വണ്ടി പാളിയൊക്കെയാണ് പോകുന്നത്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അമ്മതൊരു ഓഫ് റോഡ് ആയതുകൊണ്ട്. ഇതുണ്ട്, ഇത് ഓരോ ട്രിപ്പൊക്കെ അടിച്ചിട്ട് അത് ജീപ്പൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ലൊരു ശേലാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്ത് പോയതുകൊണ്ട് ഇവിടെ ഈ പച്ചപ്പത്തൊന്നും സാധനമില്ല, ഫുള്ള് ഉണങ്ങിക്കിടക്കുകയാണ്. ഉണങ്ങിക്കിടന്ന് അതൊരു മറ്റൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഇതിനി നല്ല പച്ചപ്പായിട്ട് വരുമ്പോഴത്തേനും ഈ സ്ഥലത്ത് നമ്മളിപ്പോൾ ഒന്നുകൂടെ വന്ന് ഇതേപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവലാണ്. ഇപ്പോൾ 2 ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വരുന്നൊരു ഫീലേ നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു വിഷ്വലായതുകൊണ്ടൊക്കെയാണ് കൂടുതലും വന്നത്. പിന്നെ എന്താ പറയുക, മെയിനായിട്ട് ഒരു കൂട്ടുകാരൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാം, ഈ മലയുടെ പക്കത്ത് വെച്ച് ആഘോഷിക്കാം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലും കൂടെയാണ് ഞങ്ങൾ വന്നത്. കാരണം ഇതാണ് ഞങ്ങളുടെ 2 പേരുടെയും വണ്ടി കേട്ടോ. ഈ 2 വണ്ടിയിലാണ് വന്നത്. ഇത് തന്നെ ആൾക്കാർ ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ നടത്തുന്നതാണ് കേട്ടോ കൂടുതൽ. പിന്നെ നേരെ ഇവിടുന്ന് ഇനി മേളിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് ആ കാണുന്നതാണ് നമ്മുടെ ഇത് വരാട്ടുമേട് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ വെള്ളം ഒഴുകിക്കൊണ്ട് ഇപ്പോൾ ഈ പറയുന്നത്ര വെള്ളം അങ്ങനെയൊന്നുമില്ല, ചെറിയ നൂല് പോലെയൊക്കെ ഒഴുകുന്നുള്ളൂ. നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അവിടെ നല്ല കുത്തൊലിച്ച് വരും. കറക്റ്റ് പറഞ്ഞാൽ ഈ പാലൊരുകുന്ന രീതിക്ക് തന്നെ വരും. വരാട്ടുമേടിൻ്റെ മറ്റൊരു പേര് എന്നാൽ പാലൊരുകും പാറ അങ്ങനെയും പറയും കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ്. അത് മസ്റ്റായിട്ടൊന്നൊന്ന് കാണേണ്ട ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് പോകുന്നത്.
അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മേളിലോട്ട് കയറും തോറും നല്ല വിഷ്വൽസാണ്. ചൂടെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. പിന്നെ അങ്ങ് ശീലമായി പോയി ചൂടടിച്ച്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യാനൊന്നുമില്ല, അങ്ങ് പോവുകയാണ് കേട്ടോ. അന്തസ്സായിട്ട് കയറുകയാണ്. ഇനി മേളിൽ ചെല്ലുമ്പോൾ മേളിൽ കുറേ വിഷ്വൽസ് ഉണ്ട്, അതെല്ലാം നോക്കാം. ഇത് കുറേ റൈഡേഴ്സ് വന്നതാണ് കേട്ടോ. ഞങ്ങൾ വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്നതാണ്. അതും നല്ല വൈബാണ്. പിന്നെ ഓരോരുത്തരാണെങ്കിൽ ഈ മലയുടെ ടോപ്പിലും കുറേ കയറ്റുന്നുണ്ട് വണ്ടി. അങ്ങനെ കയറ്റിയവരായിരുന്നു ഇത്. ഒരാൾ അവിടെ ചെന്ന് പെട്ടുപോയായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇനിയും കുറേ ദൂരം പോകണം, കുറേ ദൂരം പോയാലേ ഉള്ളൂ. ഏതായാലും ഈ മല ഇവിടെ വന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും എവിടെയൊക്കെ കയറാൻ പറ്റും അവിടെ എല്ലാം കയറിയിട്ട് പോകും. കാരണം നമ്മൾ അത്ര ഒരു ഒരു എൻ്റർടൈൻ ചെയ്യേണ്ട സംഭവമാണല്ലോ. വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാം കയറണം. കയറിയാൽ മാത്രമേ എന്താണെങ്കിലും നടക്കുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരു ശകലം കയറി, ഒരു ചെറിയൊരു സ്പോട്ടിൽ കയറി എന്നിട്ടാണ് നേരെ തിരിച്ചു പോവുക. എനിക്ക് ഇത്രയും കയറിയാൽ മതി, ഇവിടെ പോകണ്ട, അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ആ ഒറ്റ ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോൾ വന്നത് നമ്മൾ എങ്ങനെയാണെങ്കിലും അത് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇതേപോലെ കയറിപ്പോയതാണ്. മേളിലോട്ട് ചെന്നിട്ട് അവർക്ക് കയറാൻ പറ്റിയില്ല. ടയർ കിടന്ന് കറങ്ങുമായതുകൊണ്ട് പിന്നെ തിരിച്ചിറങ്ങുമായിരുന്നു ബൈക്കിലൊക്കെ. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ വരുന്ന ഒരു സ്പോട്ടും കൂടെയാണ്. ഇത്ര വെയിലത്തും ഇത്ര ആൾക്കാർ വരുന്നതാണ് ഇച്ചിരി സമ്മതിക്കേണ്ടത്. ഞങ്ങളോടത്ത് ഇത്രയും കറക്റ്റ് ഉച്ച സമയത്താണ് ഇരുന്നത്. ആൾക്കാരൊന്നും വേറെ ഇല്ലെന്നോർത്താണ് ഇരുന്നത്. എന്നിട്ട് ഇവിടെ എന്താ പറയുക, ആളുടെ ബഹളമോ അത്ര ഇതായിരുന്നു. അതാണ് നമ്മുടെ കറക്റ്റ് ഇത്. പക്ഷെ അവിടെ കുറച്ച് വെള്ളം കൂടെ ചാടുന്ന സമയമാകുമ്പോഴത്തേനും അന്യായ വിഷ്വൽസ് ആയിരിക്കും കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ശകലവണം ചെന്ന് കഴിയുമ്പോഴത്തേനും സൂമൊക്കെ ചെയ്ത് കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല വിഷ്വൽസൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ പോവാണ്. ഇപ്പോഴും മലയുടെ ടോപ്പ് അങ്ങനെ എത്തുമെന്ന് പറയാതായിട്ടില്ല. ശകലം കൂടെയൊക്കെ പോകണം കേട്ടോ. പോയാൽ മാത്രമേ നമുക്ക് ടോപ്പിലോട്ടൊക്കെ ചെല്ലാൻ പറ്റത്തുള്ളൂ. പിന്നെ വീണ്ടും ഇങ്ങനെ പോവാണ്. ഇവിടുന്ന് കയറുമ്പോഴത്തേനും അത്യാവശ്യം നല്ല വിഷ്വൽസാണ് കേട്ടോ കിട്ടുന്നത്. അത് അത് നിങ്ങൾ നേരിട്ട് നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ വരാട്ടുമേടെന്നാണ്. വരാട്ടുമേടെന്ന് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ലൊക്കേഷൻ വരും. ലൊക്കേഷനും റൂട്ടും എല്ലാം കാര്യങ്ങളെല്ലാം വരും കേട്ടോ. ഒന്ന് എൻജോയ് ചെയ്താൽ നല്ലതാണ്. ഇനി ഇപ്പോൾ വരുവാണെങ്കിൽ ഇപ്പോൾ വന്നാൽ പിന്നെ കുഴപ്പമില്ല, കുറച്ചും കൂടി ഇത് കിട്ടും. കാരണം കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം ഇവിടെ നല്ല പച്ചപ്പാവാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളവും അത്യാവശ്യം പൊഴുകാൻ തുടങ്ങിക്കാണും. ഞങ്ങളാണെങ്കിൽ മഴയ്ക്കൊക്കെ മുമ്പാണ് പോയത്. അതായത് എല്ലാം ഉണങ്ങിക്കിടന്നൊരു സമയമാണ്. ആ ടൈമിൽ പോയ വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതിനു മുമ്പ് ഇത് വേറെ പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമതാണെങ്കിൽ ആ പച്ചപ്പുള്ള സമയത്ത് പോയാലും നമുക്കൊരു മടുപ്പുമില്ല. ഒരു ഇതിനു മുമ്പ് വന്ന സ്ഥലമാണല്ലോ അങ്ങനെ ഒരു ഫീലേ തോന്നത്തില്ല. കാരണം ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ഓഫ് റോഡാണ്. ആ കയറി വരുന്ന വഴി മാത്രം ഒന്ന് സൂക്ഷിക്കണം. അത് സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ നല്ല പണി തന്നെ കിട്ടും. കാരണം വണ്ടിയൊക്കെ സ്കിട്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കത്തേ ഉള്ളൂ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുമാത്രം നിങ്ങൾ എപ്പോൾ കയറിയാലും ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ജീപ്പ് സവാരി ഉണ്ട്. ജീപ്പ് സവാരി വന്നാലും കുഴപ്പമൊന്നുമില്ല. അതാണെങ്കിൽ അങ്ങ് ടോപ്പ് വരും കയറി പോവാം. അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ, വേറെ സ്കിഡാവുന്നു അങ്ങനെയൊന്നും പേടിക്കണ്ട, അങ്ങ് പോകത്തേ ഉള്ളൂ. പിന്നെ ആ മലയുടെ ടോപ്പിൽ അങ്ങോട്ട് കയറുവാണ് കേട്ടോ. പക്ഷേ ടോപ്പ് അതൊന്നും അല്ലെന്ന് തോന്നുന്നു, കുറേങ്ങടം പോകണം തോന്നുന്നു. അതിൻ്റെ അപ്പുറം കാണും മല. എന്താണേലും കയറി നോക്കുവാണ്. പിന്നെ ഇവിടുന്ന് ഒരു മല കണ്ട ആ മല വിടത്തില്ല. ആ മലയിൽ എങ്ങനെയെല്ലാം കയറിയിട്ടേ വിടുള്ളൂ. അത് ഒരു ഹോബിയാണ്. അപ്പോൾ നേരെ ഇനി കയറാൻ പോവാണ് മലയുടെ ഒക്കത്തോട്ട്. അതുകൊണ്ട് ഇതൊരു സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ വിഷ്വൽസാണ്. അതാണ് കറക്റ്റ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇത് വരുന്നത്. ആ രണ്ട് മലയുടെ ഇടവരിയാണ് വരുന്നത് കേട്ടോ. അത് ഇതിനു മുമ്പ് ഞാൻ ഒത്തിരി റീൽസ് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര മനോഹരമായിട്ടുള്ള വിഷ്വൽസ് തന്നെയായിരുന്നു. അതെല്ലാം പ്രതീക്ഷിച്ചാണ് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഒരുമാതിരി പാലിങ്ങനെ ഒരുക്കി വരുന്ന അതേ ഒരു ആംബിയൻസിൽ തന്നെയായിരുന്നു വന്നുകൊണ്ടിട്ട്. പിന്നെന്താ പറയുക, പിന്നെ അറിയായിരുന്നു ഇത്ര വേനൽക്കാലത്ത് വന്നപ്പോൾ ഒന്നും കാണത്തില്ല അങ്ങനെയാന്ന് പറഞ്ഞ്. പിന്നെയും ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അവൻ്റെയൊക്കെ ആഘോഷിക്കാം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് വന്നത് തന്നെ. പിന്നെ ആ കൂടെ ആണെങ്കിൽ സ്ഥലം നമുക്ക് കാണാമല്ലോ. ഇത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു സിറ്റി കണ്ടല്ലോ. 6 റൂട്ട് വരെയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ എല്ലാം നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഓഫ് റോഡൊക്കെ ആയതുകൊണ്ട് ഫോൺ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യിച്ചാൽ ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ചെയ്തില്ല. പിന്നെ ഈ മലയുടെ പക്കത്തോട്ട് ഇനിയും കയറുവാണ് കേട്ടോ. ഇതുകൊണ്ട് ഇത് ഫുള്ള് ജീപ്പൊക്കെ പോയതിൻ്റെ പാടാണ്. ജീപ്പ് പോയി നല്ലൊരു റോഡ് പോലെ ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഓഫ് റോഡാണ്. പിന്നെ ഈ ഓഫ് റോഡ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് എന്താ പറയുക, നല്ല ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ കുലുങ്ങി പോകുന്ന ഒരു നല്ലൊരു ഇതാണ്. ഞാനും ആ പാടെ ഒറ്റ തവണ ചെയ്തുള്ളൂ. ആദ്യമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഫീൽ തന്നെയാണ് കിട്ടിയത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ
പിന്നെ രണ്ടാമത്തെ തവണ നമുക്ക് കയറുമ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആദ്യം കയറിയുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ മടുപ്പ് കാണും, അത്ര ഒരു രസം തോന്നുന്നു വരത്തില്ല. ഞാൻ പക്ഷേ കയറിയത് നമ്മുടെ കൊളുക്കുമലയിലാണ്. കൊളുക്കുമലയിലാണെങ്കിൽ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ ഒരു കാൽഭാഗം പോലും പറയാൻ പറ്റത്തില്ല. അതെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഓഫ് റോഡാണ്. അത് ഫുള്ള് കുരുങ്ങി ഇങ്ങനെ പോകും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ എന്താ പറയുക, നമ്മൾ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെയും അതെല്ലാം ഒന്ന് തരണം ചെയ്തങ്ങ് പോയി. പിന്നെ ഇനിയിപ്പം എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യം കിട്ടിയ എക്സ്പീരിയൻസ് കിട്ടണമെന്ന് യാതൊരു ഇതുമില്ല. കാരണം ഒന്ന് കയറി നമ്മൾ അതിലും കിട്ടിയ സ്ഥിതിക്ക് ഇനി യാതൊരു ഇതുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു മലയുടെ ടോപ്പാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കുവാണ്, അവിടെ നിന്ന് നോക്കി എന്ത് വിഷ്വൽസാണെന്നുള്ളത്. പിന്നെ ഇങ്ങനെ നടക്കുവാണ്. നല്ല വെയിലുണ്ട്, അത് വേറെ കാര്യം. സത്യം പറഞ്ഞാൽ എത്ര ഒരു കുപ്പി 2 കുപ്പിയുള്ള കഷ്ടിച്ചുകൊണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കടയൊന്നുമില്ല. കുറച്ച് ടൗണിലോ ഏറിയ അങ്ങനെയൊക്കെയാണ് കൂടുതലും കട വരുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ടോപ്പ് ആയെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ പോവുകയാണ്. ടോപ്പായിട്ടില്ല, അവിടെ വേറൊരു മല കാണുന്നുണ്ട്. അപ്പം ഞാൻ മലയിലോട്ട് ഇനി കയറാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇനി ആ മലയിലോട്ട് ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇനി ആ മല കയറിയിട്ട് തന്നെയാണ് കൂടുതൽ വിഷ്വൽസ് നോക്കുന്നത്. പിന്നെ നേരെ ഞാൻ കാണുന്ന മലയിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വിഷ്വൽസാണ്. ഇതുകൊണ്ട് ഈ കാണുന്നുണ്ട്, അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉച്ചയാണ്. പക്ഷേ വീഡിയോക്കകത്ത് കാണുമ്പോൾ ഒരുമാതിരി കോടമഞ്ഞൊക്കെ കയറിയൊരു ഫീലാണ് കേട്ടോ. അത് ഫോണിൻ്റെ കുഴപ്പമല്ല, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, മഞ്ഞൊന്നും അല്ല, എന്തോ അങ്ങനെ തോന്നുന്നതാണ്. പിന്നെ ഇവിടുന്ന് അടുത്ത മലയിലോട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഇറങ്ങാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. കയറാൻ ഇച്ചിരി പാടുണ്ട്, കാരണം ഇച്ചിരി വെയിലല്ലേ, മടുത്തടത്തേക്ക് ആയിട്ടുള്ളൂ. ഇറങ്ങാൻ നേരത്ത് പിന്നെ അത്ര പാടൊന്നുമില്ല, നല്ല സുഖമാണ്. സ്മൂത്തായിട്ട് തന്നെ ഇറങ്ങി പോവാം. എന്താ പറയുക, നല്ലൊരു ഫീൽ തന്നെയാണ്. പിന്നെ പോവാണ്. ഇവിടെ മൊത്തം നല്ല പച്ചപ്പും കൂടെ ആണെങ്കിൽ ഒന്ന് ഗൈസ് ഓർത്ത് വയ്ക്കി, എന്ത് നല്ല വിഷ്വൽസ് ആയിരിക്കുന്നു. ഇപ്പോൾ ഫുള്ള് ഉണങ്ങി കിടക്കുള്ളൂ വെയിലായതുകൊണ്ട്. ഒത്തിരി മരങ്ങളും പെയ്ത് നല്ല പച്ചപ്പ്, നല്ല പുല്ലൊക്കെ ആണെങ്കിലുള്ള അവസ്ഥ ഓർത്ത് വയ്ക്കി, പിന്നെ മാരൊക്കെ വിഷ്വൽസ് ആയിരിക്കുന്നു. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലും അപ്പുറമായിരിക്കും നമുക്ക് അങ്ങനത്തെ ഇത് കിട്ടും. അപ്പോൾ എന്താ പറയുക, കൂടുതലും നല്ല വിഷ്വൽസിനുള്ള വേണ്ടി ട്രൈ ചെയ്യുക, എല്ലാവരും തന്നെ പോവുക. അപ്പോൾ എന്താ പറയുക, നമുക്കിപ്പം ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് എന്താ വെളുപ്പനയാണെങ്കിൽ ഒരിടത്തും പോകാൻ പറ്റത്തില്ല, കാരണം മടിയാണ്. വെളുപ്പനയായിട്ട് ഇപ്പം ഏതെങ്കിലും മലയുടെ പൊക്കത്ത് പോവുകയാണെങ്കിൽ നല്ല ക്ലൗഡ് ബട്ട് കിട്ടും. അത് ഒരു തവണയെങ്കിലും നമ്മളൊന്ന് കണ്ട് ആസ്വദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളാരും ചെയ്യത്തില്ല, കാരണം എന്താണ്, നമുക്ക് മടിയാണല്ലോ. രാവിലെ ഏക്കണം, തണുപ്പാണ്, അങ്ങനെ ഓരോരോ വിഷയം കാരണം നമ്മളങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ ഒരു തവണയെങ്കിലും ആ തണുപ്പും അതെല്ലാം അതിജീവിച്ചൊന്ന് നമ്മളൊന്ന് പോയി കാണാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ഞാൻ ഉറപ്പ് തരിക. അത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ അടുത്ത് ഇപ്പം മല, അത് പക്ഷേ ചുമ്മാ മല കേട്ട് കാര്യമില്ല, അത്യാവശ്യം ഇങ്ങനെ ക്ലൗഡ് ബട്ട് ഉള്ള ഏത് മലയാണോ അവിടെ കയറുകയാണെങ്കിൽ ഉള്ള കാര്യം പറയാലോ, നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു ഫീലായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ അതിൻ്റെ അകത്ത് നമ്മൾ ലയിച്ചു പോകും. അത്ര രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇവിടുന്ന് നേരെ പോവുകയാണ്. താഴെയാണെങ്കിൽ കുറച്ചൊരു വീട് പോലെയൊക്കെ ഉണ്ട്, വീടല്ല, എന്തോ ഒരു ചെറിയൊരു ഷെഡ് പോലെയൊക്കെ ഇങ്ങനെ പണിത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ മുമ്പ് ഒന്ന് പോയി നോക്കുവാണ്, താഴോട്ട് ഇറങ്ങി. പോകാൻ നല്ല രസമാണ് കേട്ടോ, ഇറങ്ങാനൊക്കെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ പറഞ്ഞില്ലേ, ഇതിൻ്റെ അത് ഒന്ന് കയറി ഒന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ആ മടുപ്പൊക്കെ ഇങ്ങ് പോകും. കാരണം ഈ മലയുടെ പക്കത്ത് വരുമ്പോഴത്തേനും ചെറിയൊരു കാറ്റുണ്ട്. ആ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ തന്നെ എന്താ പറയുക, നമുക്ക് നല്ല ഫീൽ. അതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല. ചെറുതായിട്ടൊരു കാറ്റടിക്കുമ്പോൾ നമ്മൾ അത്രയും നേരം കയറി അതിൻ്റെ മടുപ്പും ആ ക്ഷീണവും എല്ലാം അങ്ങ് പോകും, നല്ല റിലാക്സ് ആവും. പാടപ്പുറത്തേക്കാരുടെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി നേരെ പോവുകയാണ് അടുത്ത ലൊക്കേഷനിലോട്ട്. ഇവിടെ നേരെ താഴോട്ട് പോകണം. ഇവിടെ മാത്രം കുറച്ച് പച്ചപ്പുണ്ട്, കുറച്ച് പുല്ലൊക്കെ കണ്ടു, വേറൊന്നുമില്ല. ഇനി ഇവിടുന്ന് നേരെ പോവുകയാണ്, താഴോട്ട് ഇറങ്ങി നോക്കട്ടെ, എവിടം വരെ പോകാൻ പറ്റുന്ന അത്രയും പോവും. കാരണം ഒത്തിരി റിസ്ക് എടുത്തങ്ങ് പോയാലും പ്രശ്നമാണ്. നമുക്ക് എവിടം വരെ പോകാൻ പറ്റുന്ന ഒരു ഒരു ലൈനുണ്ടല്ലോ, ആ ലൈൻ കടന്ന് പോകത്തില്ല. കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ഭാവി നമുക്ക് തന്നെ വിഷയമാവും. കാരണം എന്തെങ്കിലും അപകടം പറ്റിയാൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവിടെ കിടക്കേണ്ടി വരും. ആരോടും എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അതാരും സപ്പോർട്ടും ചെയ്യത്തില്ല, ഒന്നുമില്ല. നിനക്കൊന്നും വേറെ പണിയില്ലാടാന്നേ ചോദിക്കുള്ളൂ നാട്ടുകാരൊക്കെ ആണെങ്കിൽ. ഇപ്പോഴത്തെ പിന്നെ നാട്ടുകാരുടെ മെയിൻ ഒരു ഇതാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു മല കയറുന്നതോ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും വീട്ടിൽ വേറെ പണിയില്ലേ, വീട്ടിൽ കയറി ഇരുന്നാൽ പോരെ, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് എന്നോടാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു ലൈവ് ഇടുന്ന സമയത്താണല്ലോ ഒരാളിങ്ങനെ ചോദിച്ചായിരുന്നു, പണിയൊന്നും ഇല്ലാടാ. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കേസില്ല.
നമ്മൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക, മറ്റുള്ളവരെ നോക്കേണ്ട കേസേ ഇല്ല. അപ്പോൾ എൻജോയ് ചെയ്യുക, അങ്ങ് പോവുക. ഇതുകൊണ്ടോ, ഇത് നല്ലൊരു വിഷ്വലാണ് കേട്ടോ. ഒരു വീടും ആ വീടിനടുത്ത് സ്വിമ്മിംഗ് പൂളുമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ നമ്മളിപ്പം ഇതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങളാണെങ്കിലും പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് ആൾക്കാർ ഒത്തിരി പലതും പറയും. നിനക്കും വേറെ പണിയില്ലേ, വീട്ടിൽ കയറി ഇരുന്നാൽ പോലെ, വല്ല പണിക്കും പോടാ, അങ്ങനെ പലതും പറയും. അതൊന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മൾ എൻജോയ് ചെയ്യാതിരുന്നാൽ നമ്മളവിടെ ഇരുന്ന് പോകത്തുള്ളൂ ഗൈസ്. അത് ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്. അതെനിക്കും എന്താ പറയുക, അത് ഒത്തിരി എല്ലായിടത്തു നിന്നും കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത്, നമ്മൾ പോവുക. അപ്പം നമുക്കാണെങ്കിൽ ഇപ്പോൾ എന്താ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫ്രീഡം, നല്ലൊരു സമാധാനം, നല്ലൊരു വൈബാണ് കിട്ടുന്നത്. ആ വൈബെന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതേപോലെയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പ്രകൃതി നമുക്ക് കാണാൻ വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നതാണ്. അപ്പം നമ്മൾ തന്നെ അത് കാണുക, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല. നമ്മൾ നല്ല എൻജോയ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് ഒഴിഞ്ഞ് കാണുക, അത്രേ ഉള്ളൂ. എന്താ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്, അല്ല ഫ്രണ്ട്സ് എങ്കിൽ ഫ്രണ്ട്സ്, രണ്ടും നല്ലതാണ്. സോളോ ട്രിപ്പ് ആണെങ്കിലും ബെസ്റ്റാണ്, ഫ്രണ്ട്സ് ആണെങ്കിലും ബെസ്റ്റാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഓടിങ്ങ് പോവുക, അടിച്ചു പൊളിച്ച് പോവുക, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഇവിടെ ഫുള്ള് ഇതുണ്ട്, ഉണങ്ങി കിടക്കുവാണ്. ഒറ്റപ്പായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നമുക്കൊറ്റ ജീവിതമുള്ളൂ, ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിച്ച് നടക്കുക, അത് അത്രേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്കാവുന്ന ഒരു പ്രായത്തിൽ നമുക്കിതെല്ലാം നമുക്ക് നേടാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും കാര്യമായി കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കത്തില്ല. ഇപ്പം എന്താ പറയുക, നമുക്കിപ്പോൾ ചെറുപ്പമാണെങ്കിൽ ആ ചെറുപ്പത്താണ് നമുക്കെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കുറച്ച് പ്രായമായി, ഇപ്പം എങ്ങനെ ഒരു 30-38 വയസ്സായെന്ന് വെച്ചു, ആ വയസ്സിൽ നമുക്കിതെല്ലാം പോയി ആസ്വദിക്കാമെന്ന് വെച്ചാൽ നമുക്ക് നടക്കത്തില്ല. കാരണം എന്താ, ഓരോരോ പ്രശ്നങ്ങൾ കാണും. ചിലവർക്ക് മുട്ടുവേദന, ആരോഗ്യമായിട്ടുള്ള പ്രശ്നം, അങ്ങനെ പലതും കാണും. നമുക്ക് ഇപ്പോഴത്തെ ടൈം നമ്മുടെയൊക്കെ ബെസ്റ്റാണ്. ആ ടൈമിൽ പോയി അങ്ങ് ആസ്വദിക്കുക. ഇതുണ്ട് ചെറിയൊരു പാറപ്പുറത്ത് നേടുമ്പോൾ കിട്ടിയ വിഷ്വൽസ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് പച്ചപ്പുണ്ട്, ഇത്ര വെയിലേക്കുന്ന സ്ഥലമല്ല, അതുകൊണ്ടാണ്. ഇവിടുന്ന് നല്ല മാരക വിഷ്വൽസ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അത് നിങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് അതൊന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഈ ഫോണിൽ കാണുമ്പോഴത്തേനും എന്താ അത്ര ഒരു വലിയ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്കും തോന്നുന്നൊന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് ഞാൻ ഉറപ്പ് പറയുന്ന കാര്യമാണ്. നിങ്ങൾ വന്നിട്ടുണ്ട്, എന്താ പറയുക, നിങ്ങൾ നിരാശപ്പെടുത്തില്ല. അത്ര മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് കേട്ടോ ഇവിടുന്ന് കൂടുതലും കിട്ടുന്നത്.